ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ലിസണിങ്ങിലെ പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻ ടൈപ്സ് ഏതൊക്കെയാണെന്ന് പറയാം. ഏതൊക്കെയാണ് ലിസണിങ് പാർട്ട് ബിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെന്ന്. 7 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ലിസണിങ് പാർട്ട് ബിയിൽ. അത് ഫസ്റ്റ് വൺ ജിസ്റ്റ്, ഡീറ്റെയിൽ, സ്പീക്കർ പർപ്പസ്, ഫങ്ഷൻ, ഒപ്പീനിയൻ, എഗ്രിമെൻറ്റ് ആൻഡ് ഫ്യൂച്ചർ ആക്ഷൻസ് ഓർ കോഴ്സ് ഓഫ് ആക്ഷൻസ്. ഇനി നമുക്ക് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യത്തെ ജിസ്റ്റാണ്. അതായത് ഇതൊരു മോസ്റ്റ് കോമൺ ടൈപ്പ് ഇൻ ദ പാർട്ട് ബി. പാർട്ട് ബിയിലെ ഒരു മോസ്റ്റ് കോമൺ ടൈപ്പാണ് ജിസ്റ്റ് ക്വസ്റ്റ്യൻസ്. അതായത് നമ്മൾ ഈ ഒരു കോൺവെർസേഷനിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടുള്ള ആ ഒരു ഓവറോൾ മീനിങ് എടുക്കണം ആ ഒരു കോൺവെർസേഷൻ്റെ. These questions ask you to choose the option that correctly summarize the information heard in the recording. നമ്മൾ കേൾക്കുന്ന റെക്കോർഡിൻ്റെ കറക്റ്റായിട്ടുള്ള സമ്മറി എടുക്കണം, ഇൻഫോർമേഷൻ്റെ സമ്മറി എടുക്കണം കറക്റ്റായിട്ട്. അതായത് ആ റെക്കോർഡിൽ എന്തിനെക്കുറിച്ചാണ് പറയുന്നതെന്ന്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണമെങ്കിൽ ആ ഒരു കോൺവെർസേഷൻ്റെ ജിസ്റ്റ് അല്ലെങ്കിൽ ഐഡിയ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് അതിൻ്റെ ഓവർവ്യൂ ആയിരിക്കും. അതായത് ആ കോൺവെർസേഷൻ അവിടെ നടക്കുന്നത് എന്തിനായിരിക്കുമെന്ന് നമ്മളത് മനസ്സിലാക്കണം. അതൊരു സ്പെസിഫിക് ഡിക്റ്റേനെ കുറിച്ചല്ല അത് പറയുന്നത്. ആ ഒരു ഓവർവ്യൂ, അതായത് ആ ഫുള്ളൊരു കോൺവെർസേഷൻ എന്തിനായി അത് കേട്ടിട്ട് അതെന്തിനെക്കുറിച്ചാണ് പറയുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ആൻസർ ഓപ്ഷനിൽ ഓഡിയോയിൽ പറയുന്നത് പോലെയുള്ള എക്സാക്റ്റ് വേർഡ് ആയിരിക്കില്ല. നമ്മളിപ്പോൾ ഓഡിയോയിൽ പറയുന്ന വേർഡ് തന്നെ ആയിരിക്കത്തില്ല ആ ആൻസറിൻ്റെ ഓപ്ഷൻസിൽ. അതിൻ്റെ പാരാഫ്രൈസ് ആയിരിക്കും. അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്, വാട്ട് ആർ ദ നേഴ്സസ് ടോക്കിംഗ് എബൌട്ട്? നേഴ്സ് എന്തിനെക്കുറിച്ചാണ് അവിടെ സംസാരിക്കുന്നത്? ദ എയിം ഓഫ് ദ റിസർച്ച് വാസ്, ഈ റിസർച്ചിൻ്റെ എയിം എന്താണ്? ദ വെറ്റ് ഈസ് എക്സ്പ്ലെയിനിങ് ദാറ്റ്, ദ വെറ്റ് എന്തിനെക്കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയ ഡീറ്റെയിൽ ക്വസ്റ്റ്യനെ കുറിച്ച് പറയാം. ഡീറ്റെയിൽ ക്വസ്റ്റ്യൻസ് ആസ്ക് എബൌട്ട് എ സ്പെസിഫിക് പാർട്ട് ഓഫ് ദ റെക്കോർഡിംഗ്. അതായത് ഈ ഡീറ്റെയിൽ ക്വസ്റ്റ്യൻസിൽ എന്താണ് ഒരു സ്പെസിഫിക്, നമ്മൾ കേൾക്കുന്ന റെക്കോർഡിങ്ങിൻ്റെ ഒരു സ്പെസിഫിക് പാർട്ടിനെ കുറിച്ചായിരിക്കും പറയുന്നത്. The detail asked for is often one of the central ideas in the recording rather than a more trivial piece of information. ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ മെയിൻ ഐഡിയ ആയിരിക്കും ചോദിക്കുന്നത്. You hear the information that allows you to answer the question, but the question may or may not use the actual words heard in the recording. പക്ഷേ മറ്റേ ജിസ്റ്റിൽ പറയുന്നത് പോലെ ഈ നമ്മൾ ഓഡിയോയിൽ കേൾക്കുന്ന എക്സാക്റ്റ് വേർഡ് തന്നെ ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ എക്സാക്റ്റ് വേർഡ് തന്നെ ആയിരിക്കും, ചിലപ്പോൾ എക്സാക്റ്റ് വേർഡ് തന്നെ ആയിരിക്കത്തില്ല ആൻസർ ഓപ്ഷനിലും പറയുന്നത്. അതായത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ ചിലപ്പോൾ എക്സാക്റ്റ് വേർഡ് തന്നിരിക്കും, അല്ലെങ്കിൽ അതിന് പകരം സെയിം മീനിങ് വരുന്ന വേർഡ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്, വാട്ട് വുഡ് ഹാവ് ഇംപ്രൂവ്ഡ് ദ ട്രെയിനീസ് പെർഫോമൻസ്? എന്താണ് ട്രെയിനിയുടെ പെർഫോമൻസ് മെച്ചപ്പെടുത്തുന്നത്? ദ പേഷ്യൻസ് മെഡിക്കേഷൻ ഹാസ് ചേഞ്ച്ഡ് ബിക്കോസ്, പേഷ്യൻ്റെ മെഡിക്കേഷൻ ചേഞ്ച് ചെയ്യാൻ കാരണം എന്താണ്? വാട്ട് സ്ട്രാറ്റജി ഡസ് ദ സർജൻ സജസ്റ്റ്? സർജൻ എന്ത് സ്ട്രാറ്റജിയാണ് സജസ്റ്റ് ചെയ്യുന്നത്? നെക്സ്റ്റ് തേർഡ് ടൈപ്പ്, സ്പീക്കർ പർപ്പസ് ക്വസ്റ്റ്യൻസ്. സ്പീക്കർ പർപ്പസ് ക്വസ്റ്റ്യൻസ് ആസ്ക് എബൌട്ട് വാട്ട് വൺ ഓഫ് ദ സ്പീക്കേഴ്സ് ഈസ് ഡൂയിങ് ഓർ ട്രൈയിങ് ടു ഡു. സ്പീക്കർമാരിൽ ഒരാൾ ചെയ്യുന്നതോ അല്ലെങ്കിൽ ചെയ്യാൻ ശ്രമിക്കുന്നതോ ആയ കാര്യമാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ നൽകാൻ സ്പീക്കർ എന്തിനാണ് പറയുന്നതെന്നും അവർ എന്താണ് പറയുന്നതെന്നും എന്താണ് സ്പീക്കർ എയിം ചെയ്യുന്നതെന്നും നമ്മൾ മനസ്സിലാക്കണം. അതായത് സ്പീക്കർ എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ അവർ തങ്ങളിൽ എന്താണ് പറയുന്നതെന്നും എന്താണ് സ്പീക്കർ എയിം ചെയ്യുന്നതെന്നും നമ്മൾ മനസ്സിലാക്കണം. അതായത് ഫൈൻഡ് ദ പർപ്പസ് ഓഫ് ദ ടോക്ക്. എന്താണ് സ്പീക്കർ ഈ ഒരു കോൺവെർസേഷൻ കൊണ്ട് ഇതിൻ്റെ പർപ്പസ് ചെയ്യുന്ന എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. വാട്ട് ഡസ് ഹി വാണ്ട് ടു നോ എബൌട്ട് ഹിസ് ട്രീറ്റ്മെൻറ്റ്? അതിൻ്റെ എക്സാമ്പിൾ പറയാം. വാട്ട് ഡസ് ഹി വാണ്ട് ടു നോ എബൌട്ട് ഹിസ് ട്രീറ്റ്മെൻറ്റ്? അതായത് അവൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് അയാൾക്ക് എന്താണ് അറിയേണ്ടത്? ദ ഡോക്ടർ എക്സ്പ്ലെയിൻസ് ദാറ്റ് ദ പ്രാക്ടീസ് ഷുഡ്, ഡോക്ടർ ചെയ്യേണ്ട പ്രാക്ടീസിനെ കുറിച്ച് വിശദീകരിക്കും. ദ ട്രെയിനി ഈസ് ട്രൈയിങ് ടു അണ്ടർസ്റ്റാൻഡ്, ട്രെയിനി മനസ്സിലാക്കാൻ എന്താണ് ശ്രമിക്കുന്നത്. അപ്പോൾ സ്പീക്കർ പർപ്പസ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ടു ഫൈൻഡ് ദ പർപ്പസ് ഓഫ് ദ ടോക്ക്.
സ്പീക്കറിൻ്റെ പർപ്പസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നെക്സ്റ്റ് ഫോർത്ത് വൺ, ഫങ്ഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഫങ്ഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആർ അബൌട്ട് വാട്ട് വൺ ഓഫ് ദ സ്പീക്കർ ഈസ് ഡൂയിങ് ഓർ വാട്ട് ദ ഫങ്ഷൻ ഓഫ് വാട്ട് ദേ ആർ സേയിങ് ഈസ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സ്പീക്കർമാരിൽ ഒരാൾ ചെയ്യുന്നതോ അവർ പറയുന്നതിൻ്റെ ഫങ്ഷനെ കുറിച്ചോ ചോദിക്കുന്നു. To answer these questions correctly, you need to understand the actions that their language describes. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ അവർ കോൺവെർസേഷനിൽ എന്ത് ആക്ഷനെ കുറിച്ചാണ് പറയുന്നതെന്ന് മനസ്സിലാക്കണം. അത് അവരൊരു ആ റെക്കോർഡിങ്ങിൽ അവർ എന്തിനെക്കുറിച്ചാണ് ആ കോൺവെർസേഷൻ എന്ത് ആക്ഷനെ കുറിച്ചാണ് പറയുന്നതെന്ന് മനസ്സിലാക്കണമെന്ന്. അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് കാണാം. വാട്ട് ഈസ് ദ ഡെന്റിസ്റ്റ് ഡൂയിങ്? എന്താണ് ഡെന്റിസ്റ്റ് ചെയ്യുന്നത്? വൈ ഹാസ് ദ പേഷ്യൻറ്റ് കോൾഡ് ദ ഡോക്ടർ? എന്തുകൊണ്ടാണ് പേഷ്യൻറ്റ് ഡോക്ടറിനെ വിളിച്ചത്? നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ, ഒപ്പീനിയൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അതായത് ഒപ്പീനിയൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആസ്ക് യു ടു ഐഡൻറ്റിഫൈ ദ ഒപ്പീനിയൻ ഓഫ് എ സ്പീക്കർ ഓൺ ദ ഇഷ്യൂ ഡിസ്കസ്ഡ്. അതായത് നമ്മൾ ഡിസ്കസ് ചെയ്ത ഇഷ്യൂവിൽ സ്പീക്കറിൻ്റെ അഭിപ്രായം എന്താണെന്ന് കണ്ടുപിടിക്കണം. അതായത് ആ ഒരു റെക്കോർഡിങ്ങിൽ സ്പീക്കേഴ്സ് അവർ ഡിസ്കസ് ചെയ്ത ഇഷ്യൂവിൽ സ്പീക്കറിൻ്റെ അഭിപ്രായം അതായത് ഒപ്പീനിയൻ എന്താണെന്ന് കണ്ടുപിടിക്കണം. When answering opinion questions, pay attention to how the speaker say things and their attitude towards the topic in the question. അത് എങ്ങനെ സ്പീക്കർ പറയുന്നുവെന്നും അതുപോലെ തന്നെ സ്പീക്കറിൻ്റെ ആറ്റിറ്റ്യൂഡ് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സ്പീക്കറിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. When answering opinion questions, pay attention to how the speaker say things and their attitude towards the topic in the questions. അതിൻ്റെ എക്സാമ്പിൾ കാണുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക്. എക്സാമ്പിൾ, ദ റേഡിയോഗ്രാഫർ തിങ്സ് ദാറ്റ് ദ പേഷ്യൻറ്റ്. റേഡിയോഗ്രാഫർ പേഷ്യൻറ്റിനെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? ഹൗ ഡസ് ഷീ ഫീൽ അബൌട്ട് ഹെർ റോൾ? അവൾക്ക് അവളുടെ റോളിനെ കുറിച്ച് എന്ത് തോന്നുന്നു? ദ നേഴ്സ് ബിലീവ്സ് ദാറ്റ് ദ ഡോക്ടർ. നെക്സ്റ്റ് സിക്സ്ത് വൺ, എഗ്രിമെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. That means agreement questions ask you to identify what the speakers are in agreement about. എഗ്രിമെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ സ്പീക്കർ നമ്മൾ കണ്ടുപിടിക്കണം സ്പീക്കർ എന്തിനെക്കുറിച്ചാണ് എഗ്രി ചെയ്യുന്നതെന്ന്. ടു ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ് കറക്റ്റ്ലി, ലിസൺ ടു ദ കോൺവെർസേഷൻ ആൻഡ് പേ അറ്റൻഷൻ ടു ദ റിയാക്ഷൻസ് ഓഫ് ഈച്ച് സ്പീക്കർ ടു ദ അതർ സജഷൻസ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് ആൻസർ ചെയ്യണമെങ്കിൽ നമ്മളെ കോൺവെർസേഷൻ നന്നായിട്ട് കേൾക്കുകയും അതുപോലെ തന്നെ ഓരോ സ്പീക്കറിൻ്റെയും മറ്റുള്ള സജഷനെ കുറിച്ച് ഓരോരുത്തരുടെയും അഭിപ്രായം അതെന്താണെന്ന് നമ്മൾ കേൾക്കുകയും വേണം, നന്നായിട്ട് മനസ്സിലാക്കുക. എക്സാമ്പിൾ, ദ സ്പീച്ച് പത്തോളജിസ്റ്റ് എഗ്രീസ് ദാറ്റ്. അതായത് സ്പീച്ച് പത്തോളജിസ്റ്റ് എന്താണ് എഗ്രി ചെയ്യുന്നത്? വാട്ട് ഡു ദേ എഗ്രി എബൌട്ട്? അതായത് രണ്ട് സ്പീക്കേഴ്സും എന്താണ് അവർ എഗ്രി ചെയ്യുന്നത് എന്തിനെക്കുറിച്ചാണ്? ദ ഫിസിയോതെറാപ്പിസ്റ്റ് എഗ്രീസ് ദാറ്റ്. അതായത് ഫിസിയോതെറാപ്പിസ്റ്റ് എഗ്രി ചെയ്യുന്നത് എന്ത്? നെക്സ്റ്റ് സെവൻത്ത് വൺ, ലാസ്റ്റ് വൺ, കോഴ്സ് ഓഫ് ആക്ഷൻ ഓർ ഫ്യൂച്ചർ ആക്ഷൻ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് കോഴ്സ് ഓഫ് ആക്ഷൻ ക്വസ്റ്റ്യൻസ് ആസ്ക് യു ടു ഡിസൈഡ് വാട്ട് ദ സ്പീക്കേഴ്സ് വിൽ ഡു ആസ് എ റിസൾട്ട് ഓഫ് ദ കോൺവെർസേഷൻ ഓർ ടോക്ക്. അതായത് കോൺവെർസേഷൻ്റെ ഫലമായിട്ട് സ്പീക്കർ എന്ത് ചെയ്യണമെന്നാണ് തീരുമാനിക്കുന്നത്. അതാണ് കോഴ്സ് ഓഫ് ആക്ഷൻ ഓർ ഫ്യൂച്ചർ ആക്ഷൻ. അതായത് ഫ്യൂച്ചറിൽ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇതാണ് കോഴ്സ് ഓഫ് ആക്ഷൻ ഓർ ഫ്യൂച്ചർ ആക്ഷൻ ക്വസ്റ്റ്യൻസിൽ പറയുന്നത്. അതായത് പേ അറ്റൻഷൻ ടു എനിത്തിങ് ദാറ്റ് വിൽ ബി ഡൺ ലേറ്റർ വൈ ലിസണിങ് ടു ദ റെക്കോർഡിംഗ് ആൻഡ് ബി അവെയർ ഓഫ് വെൻ ഇൻ ദ ഫ്യൂച്ചർ ദ ആക്ഷൻ വിൽ ബി ഡൺ. അതായത് ഫ്യൂച്ചറിൽ, അതായത് പിന്നീട് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ കൂടുതൽ അറ്റൻഷൻ കൊടുക്കണം. അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ എപ്പോഴാണ് ആ ആക്ഷൻ നടക്കുന്നത്, ടൈം പീരീഡിലായിരിക്കും ആ ഒരു ആക്ഷൻ നടക്കുന്നത്, അത് എപ്പോഴാണ് ആ ടൈം പീരീഡ് ആക്ഷൻ നടക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. എക്സാമ്പിൾ, എ സ്പീക്കർ മേ ടോക്ക് അബൌട്ട് വാട്ട് നീഡ്സ് ടു ബി ഡൺ ടു നൈറ്റ് ആൻഡ് വാട്ട് ഷുഡ് ബി ഡൺ ടുമോറോ. സ്പീക്കർ സംസാരിക്കുന്ന ഇന്ന് രാത്രിയിൽ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ നാളെ എന്താണ് ചെയ്യേണ്ടത്. അതായത് ഇറ്റ് മീൻസ് ഡീറ്റെയിൽ വിത്ത് ടൈം ഫ്രെയിം. ഇനി നമുക്ക് എക്സാമ്പിൾ കാണാം. വാട്ട് ഡസ് ദ നേഴ്സ് ഹാവ് ടു ഡു നെക്സ്റ്റ്? നേഴ്സ് എന്താണ് അടുത്തതായിട്ട് ചെയ്യേണ്ടത്? വാട്ട് വിൽ ദ ഡോക്ടർ ഡു ടു നൈറ്റ്? ഡോക്ടർ ഇന്ന് രാത്രിയിൽ എന്താണ് ചെയ്യേണ്ടത്? നെക്സ്റ്റ് വീക്ക് ദ പേഷ്യൻറ്റ് മസ്റ്റ്. നെക്സ്റ്റ് വീക്കിൽ പേഷ്യൻറ്റ് എന്ത് ചെയ്യണം? ഇതൊക്കെയാണ് നമ്മുടെ കോഴ്സ് ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ ഫ്യൂച്ചർ ആക്ഷൻ ക്വസ്റ്റ്യൻസിൽ പറയേണ്ടത്.
അപ്പോൾ നമ്മൾ 7 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് കണ്ടു. ലിസണിങ് ബി പാർട്ടിൽ എങ്ങനെയാണെന്ന് കണ്ടു അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്നും ചെയ്യുന്നതെന്നും കണ്ടു. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.